ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇഡ്ഡലിയും തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മക്കൾക്ക് അത് മതിയെന്ന് പറഞ്ഞു. തക്കാളി ചട്നി ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്, തമിഴ്നാട് ഫുഡാണ്. അങ്ങനെ പിന്നെ രാവിലത്തേക്ക് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കുവാണ്. ചോറ്, ക്യാബേജ് തോരൻ ഞാൻ കാണിച്ചു തരാം, അവരുടെ ലഞ്ചൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി മതിയെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് മാങ്ങായും ഒക്കെ ഇട്ട് ചമ്മന്തി അരച്ചതാണ് കേട്ടോ. പിന്നെ മുട്ട പൊരിക്കാൻ വേണ്ടി എല്ലാം കലക്കി വെക്കുകയാണ്. അപ്പോൾ എല്ലാം നമുക്ക് രാവിലെ എല്ലാ അമ്മമാർക്കും ഭയങ്കര ധൃതിയാണ്, പെട്ടെന്ന് എന്ത് ഉണ്ടാക്കാനാന്നൊക്കെ. ഓംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഞാൻ ലഞ്ച് ബോക്സ് കാണിച്ചു തരാം കേട്ടോ. 3 പേർക്കും ലഞ്ച് ബോക്സ് കൊടുക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. രാവിലെ എല്ലാ അമ്മമാരെയും എന്താണ് ബിസിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ 3 പേർക്ക് ഞാൻ ചമ്മന്തിയൊക്കെ, ഇവർക്ക് ചമ്മന്തി ഒരുപാട് വേണം കേട്ടോ. അത് കാരണം 3 പേർക്കും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. ചോറിനകത്ത് വെക്കാനൊന്നും സ്പേസ് ഇല്ല. അവർ ചെറിയ പാത്രമേ കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. വലിയ പാത്രം അവർക്ക് ഇഷ്ടമല്ല. കുഞ്ഞ് ബാഗിനകത്ത് ഇതാകുമ്പോൾ ഒതുങ്ങിയിരുന്നോളൂല്ലോ. ലഞ്ച് ബോക്സ് സെപ്പറേറ്റ് കൊണ്ടുപോകാറില്ല, അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ക്യാബേജ് തോരനൊക്കെ വെച്ചു, പിന്നെ അച്ചാർ വെച്ചു. ഇതാണ് മക്കളുടെ ലഞ്ച് ബോക്സ്. ഇഷ്ടമായോ? അപ്പോൾ എല്ലാ അമ്മമാർക്കും രാവിലെ ഇതുപോലെ ബിസി ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് എന്തുണ്ടാക്കും രാവിലെ, മക്കൾക്ക് എന്ത് കൊടുത്തു വിടും, അങ്ങനെയൊക്കെ ബിസിയല്ലേ. എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ അമ്മൂന് മുടി കെട്ടാൻ പോകണം. 2 മുടിയൊക്കെ പിന്നെ ഇട്ട് കൊടുത്തു. അങ്ങനെ അക്കൂട്ടൻ ഇവിടെ വന്ന് റെഡിയായിരിപ്പുണ്ട്. അപ്പോൾ ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കിച്ചു ഇതുവരെ റെഡി ആയിട്ടില്ല. കിച്ചു കുളിക്കുന്നതേ ഉള്ളൂ. അമ്മു ദേ ഷൂവും സോക്സൊക്കെ ഇടുന്നുണ്ട്. കിച്ചു ആണ് ലാസ്റ്റ് വരുന്നത് കേട്ടോ. അക്കു ഫസ്റ്റ് റെഡിയാവുന്ന ആളാണ് എൻ്റെ അക്കുമോന്. അങ്ങനെ എല്ലാവരും റെഡിയായി ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മു പോയി കയറുകയാണ്. അതിൻ്റെ പുറകെ കിച്ചു പോയി കയറുന്നു, അക്കുട്ടൻ പോയി കയറുന്നു. അങ്ങനെ അവരെ വിടുന്നിടം വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. വെളിയിൽ വന്ന് സിറ്റൗട്ടിൽ വന്ന് നോക്കി നിൽക്കും. മക്കൾ പോകുന്നിടം വരെ, അവർ കണ്ണെത്താ ദൂരത്ത് എത്തുന്നിടം വരെ ഞാനിങ്ങനെ ഓട്ടോ നോക്കി നിൽക്കും. അവർ പോയതിന് ശേഷമേ മാത്രമേ ഞാൻ അകത്ത് കയറി പോകത്തുള്ളൂ. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ അല്ലേ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ആളെ യാത്രയാക്കി ഇക്ക പോവുകയാണ്. ഇവരെല്ലാം വിട്ടതിന് ശേഷം പിന്നെ ഇക്ക പോവുകയാണ് റെസ്റ്റോറൻറ്റിലേക്ക്. അങ്ങനെ ഇക്കായേയും യാത്രയാക്കിയതിന് ശേഷം പിന്നെ ഇനി എനിക്ക് പോകണം. അതിനു മുമ്പ് ഞാൻ ഓർത്ത് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പോകാം. ചെടിയൊക്കെ വാടി ഉണങ്ങി നിൽക്കുക. കാരണം ചെന്നൈയിൽ ഭയങ്കര ചൂടാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയും ഒക്കെ അല്ലേ, ഇവിടെ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. അങ്ങനെ ഞാനും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 10:30 ആയപ്പോഴേ ഞാനും പോവുകയാണ്. മക്കളെ വിട്ടതിന് ശേഷം ഞാനും കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് ഞാൻ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സ്കൂട്ടിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്, ഞാൻ കാണിച്ചു തന്നാണ് കേട്ടോ. അങ്ങനെ ഞാൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ കൗണ്ടറിൽ വന്നിരുന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഉച്ചയായി. 12 മണി 12:30 ആയിട്ടുണ്ട്. ഞാൻ പിന്നെ നാളെ നൂണ് കഴിച്ചു. പിന്നെ അതിന് ശേഷം ഈവനിങ് ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഷോപ്പിൽ നിന്ന് കേട്ടോ. ഞാൻ ഇറങ്ങി പിന്നെ പെട്രോൾ പമ്പിൽ കയറി ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ വീട്ടിൽ വന്ന് കയറുകയാണ്. അപ്പോൾ അക്കുമൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ കയ്യിലൊരു കീ ഉണ്ട്, കൊടുത്തു വിടും. ഇവർ സ്കൂൾ വിട്ട് വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇവർ വരുമ്പോൾ ഇവർ തന്നെ വന്ന് കയറിക്കോളും കേട്ടോ വീട്ടിൽ. ഞാൻ ഷോപ്പിലായിരിക്കും. പിന്നെ ഞാൻ വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിച്ച് വിശന്നപ്പോഴത്തേക്കിന് ഇപ്പോൾ രാത്രിയിലത്തേക്ക് ഉള്ള ഫുഡാണ് ഇത്. ചിക്കനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാഗി ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. രാത്രിയിലത്തെ ഫുഡ് റാഗി ഇടിയപ്പവും ചിക്കൻ കറിയുമാണ്. മക്കൾ വന്നിട്ട് അവർ മാഗി ഉണ്ടാക്കി കഴിക്കുകയും അതുപോലെ തന്നെ പാല് കാച്ചി കുടിക്കുകയൊക്കെ ചെയ്തോളൂ. ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. ഞാൻ വന്നുകൊണ്ടൊരു ചായ തിളപ്പിച്ച് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ റാഗിയുടെ ഇടിയപ്പവും ചിക്കൻ കറിയും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു വാട്ടർമെലൺ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോഴേക്കും ഇക്കായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വരുവാണെന്നാണ്, ഞങ്ങൾ താഴോട്ട് നോക്കി നിൽക്കുകയാണ്. ഇത് ഇക്ക വന്നിട്ടുണ്ട്. കിച്ചുവും ഇക്കായും കൂടാണ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. കിച്ചുവാണ് സ്കൂൾ വിട്ട് ഇവിടുന്ന് വന്ന് കുളിച്ചിട്ട് പിന്നെ റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്ക കടയിൽ നിന്ന് അൽഫാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റിൽ നിന്ന്. പിന്നെ ഞങ്ങൾ അൽഫാമും റാഗി ഇടിയപ്പവും ചിക്കൻ കറിയും എല്ലാം കൂടെ കഴിച്ച്. ഇതാണ് ഞങ്ങളുടെ രാത്രിയിലത്തെ ഫുഡ് കേട്ടോ. പിന്നെ ഈ ബാലൻസ് വരുന്നതൊക്കെ നമ്മുടെ പൊന്നൂനും കൊണ്ട് കൊടുക്കും. പൊന്നു ആരാന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പൊന്നു. ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത്. ബൈ ബൈ, താങ്ക് യു.